തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. നഗരസഭയുടെ പരിശോധന കുറഞ്ഞതോടുകൂടി നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കിടയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങരയിൽ ഒട്ടേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇടപെട്ടത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ നഗരസഭയുടെ കീഴിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉണ്ട് എന്ന കാര്യം പോലും പലപ്പോഴും അറിയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം അവതാളത്തിൽ എന്ന് പറയാൻ ഏറ്റവും ഒടുവിലുണ്ടായ ഈ സംഭവം തന്നെ വലിയ ഉദാഹരണം. തീർച്ചയായിട്ടും വീണ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് നഗരസഭയും അതിൻ്റെ കീഴിൽ വരുന്ന മറ്റ് ഉദ്യോഗസ്ഥരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ ദിവസം അട്ടക്കുളങ്ങര ഉണ്ടായ ഈ ഒരു ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷ്യസുരക്ഷയുടെ ഒരു പ്രശ്നം ഇസ്താംബുൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് വൈകുന്നേരങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാലയാണ്, ഫാസ്റ്റ് ഫുഡ് സെൻ്ററാണ്. ഈ ഫാസ്റ്റ് ഫുഡ് സെൻ്ററുകളിൽ മുൻപും ഇതുപോലെ സമാനമായ രീതിയിൽ ഭക്ഷണത്തിൽ നിന്ന് വിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷം മുൻപാണ് ഇതുപോലെ ഭക്ഷ്യവിഷബാധയേറ്റ് ഒരുപാട് പേർ ആശുപത്രിയിലായത്. ആ സമയത്ത് ഒന്ന് നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. അവരുടെ കീഴിൽ വരുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആ ഒരു ചൂട് തീരുന്നവരെ എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടുകാർ ആ ഒരു ഭക്ഷ്യസുരക്ഷ ഇങ്ങനെ ഒരു വിഷബാധ ഏറ്റു, ആ ഒരു പ്രശ്നം ഒന്ന് ആറി തണുക്കുന്നത് വരെ മാത്രമായിരുന്നു ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആ ഒരു പ്രശ്നത്തിന്റെ കീഴിൽ ഒന്ന് പോയി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം മാത്രമാണ് നിന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഇങ്ങനെ 20ഓളം പേർ ആശുപത്രിയിലായതിനു ശേഷമാണ്, കുട്ടികൾ അടക്കമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലായത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതിനെന്തെങ്കിലും ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് ആ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ഒരു ഹോട്ടലിൽ എത്തിച്ചേരുകയും ആ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ഉണ്ടായത്. എന്നാൽ അടച്ചുപൂട്ടിയതിനു ശേഷവും ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ മെയിൻ്റനൻസിനാണ് ഈ ഒരു ഹോട്ടൽ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്ന എന്നൊരു ബോർഡാണ് വെച്ചിരുന്നത്. ആ ഒരു ബോർഡ് ജനം TV ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഈ ഒരു ബോർഡും എല്ലാം തന്നെ ഇവരെടുത്ത് മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. നമ്മൾ ഒരു വാർത്ത പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതുപോലെ തന്നെ നഗരസഭയുടെ കീഴിലുള്ള ബാക്കി വകുപ്പുകളും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കൂ എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. നമ്മുടെ നഗരത്തിൽ എല്ലാവരും തന്നെ ഫാസ്റ്റ് ഫുഡിനോട് വളരെയധികം പ്രിയമുള്ള ആൾക്കാരാണ്, കുട്ടികൾ പ്രത്യേകിച്ചും. അപ്പോൾ മാതാപിതാക്കൾ എന്തായാലും കുട്ടികൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്ന് വന്നാലും കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം വൃത്തിയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. എന്നാൽ ഭക്ഷണശാലയിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട കടമ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെതാണ്. ആ വകുപ്പാണ്, നഗരസഭയുടെ കീഴിലുള്ള ഈ വകുപ്പാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വീഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ വീഴ്ചയാണ് നമ്മൾ നഗരസഭ കണ്ടില്ല എന്ന് നടിക്കുന്നത്. ഇപ്പോഴും ആ ഒരു സ്ക്വാഡ് വന്ന് അവിടെ പരിശോധന നടത്തിയതിന് ശേഷം അതിന്റെ പിന്നിൽ ഇവരെന്താണ് ചെയ്യുന്നത്? കുറച്ച് നാളുകൾക്ക് ശേഷം ഫൈൻ അടയ്ക്കുക, പിഴ അടയ്ക്കുക എന്ന് പറയുക. പിഴ അടച്ചതിന് ശേഷം വീണ്ടും ഈ സ്ഥാപനം തുറന്നു തന്നെ പ്രവർത്തിക്കും. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യമാണ് മാറേണ്ടത്. എങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴെന്നല്ല, വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ഹോട്ടലുകളെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എങ്ങനെയാണ്, ശുചീകരണമാണോ നല്ല ഭക്ഷണമാണോ നൽകുന്നത് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. നഗരസഭയാണ് ഇത് ചെയ്യേണ്ടത്. അവരുടെ അനാസ്ഥയ്ക്കാണ് ഇപ്പോൾ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ.